السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എഴുത്തിക്കാഫ് കരുതി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ ദിനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കട്ടെ. നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും, പ്രത്യേകിച്ച് ഈ പട്ടണത്തിലെ ഒരുപാട് ആശുപത്രികളിൽ ഈ റമളാൻ കാലത്ത് പ്രയാസത്തിൽ കഴിയുന്ന രോഗികൾ എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കാനും അവസാനം സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഇടം കിട്ടാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള അവസാന നാളുകളിലാണ് നാം കടന്നു പോകുന്നത്. ഒരു പക്ഷേ അടുത്ത വ്യാഴാഴ്ച സൂര്യാസ്തമന ശേഷം മാസപ്പിറവി ദൃശ്യമാവുകയാണെങ്കിൽ വെള്ളിയാഴ്ച പെരുന്നാൾ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അവസാനത്തെ വെള്ളിയാഴ്ചയായിരിക്കും ഇത്. എന്നാൽ ആ മേഖലയിലൊക്കെ കൃത്യമായി കണക്കുകളൊക്കെ പരിശോധിക്കുന്ന വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് വ്യാഴാഴ്ച സൂര്യാസ്തമന ശേഷം റമളാൻ മാസപ്പിറവി നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുക പ്രയാസമാണ് എന്ന് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നു. ഏതായാലും ഒരു നോമ്പ് കൂടെ കിട്ടുകയാണെങ്കിൽ, ഒരു വെള്ളിയാഴ്ച കൂടെ കിട്ടുകയാണെങ്കിൽ അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ റമളാനിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആരാധനകളിലൂടെ, ഇബാദത്തുകളിലൂടെ നാം അല്ലാഹുവിലേക്ക് ഇങ്ങനെ നടന്നെടുക്കുകയാണ്. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മെല്ലെ 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 റബ്ബിൻ്റെ ഖുർബ്, സാമീപ്യം, അവൻ്റെ അടുപ്പം ലഭിക്കാനുള്ള മെല്ലെയുള്ള പരിശ്രമങ്ങളാണ് ഇബാദത്തുകൾ. അതുകൊണ്ട് തന്നെ ആരാധനകളുടെ മാധുര്യവും അതിൻ്റെ ആത്മീയമായ ലഹരിയുമൊക്കെ അനുഭവപ്പെടുക ആ കർമ്മങ്ങളുടെ അവസാന സമയത്തായിരിക്കും. ഈ യുക്തി ഇസ്ലാം നിഷ്കർഷിക്കുന്ന എല്ലാ ആരാധനകളിലുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്കാരം, ആ നിസ്കാരത്തിലെ ഒരു റക്അത്ത് അവസാനിക്കുന്ന സുജൂദിലാണ്. നിയ്യത്ത് ചെയ്ത് അള്ളാഹുവിനെ മനസ്സിൽ ഓർത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഇഫ്തിതാഹിൻ്റെ പ്രാർത്ഥന നിർവഹിച്ച് ഫാത്തിഹ നിർവഹിച്ച് സൂറത്തുകൾ ഓതി റുക്കൂഉം ഇഅ്തിദാലും കഴിഞ്ഞ് സുജൂദിലെത്തുമ്പോഴാണ് ശരിക്കും അള്ളാഹുവിലേക്ക് നാം എടുക്കുന്നത്. മെല്ലെ മെല്ലെ ആത്മീയമായിട്ട് ഉയർന്നതിൻ്റെ വികാസം പ്രാപിച്ച് അതിൻ്റെ അവസാന തലത്തിലെത്തുമ്പോൾ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കാൻ മനുഷ്യന് സാധിക്കുന്നു. അതുകൊണ്ടാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ നോക്കൂ സഹോദരന്മാരെ. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് തൽബിയത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരുന്ന് വിശുദ്ധമായ ഭൂമിയിലെത്തി കഅബ തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് മശായിറുകളൊക്കെ കടന്ന് അങ്ങനെ അറഫയിലെത്തുമ്പോഴാണ് ഒരു ഹാജി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, റബ്ബുമായിട്ട് ഏറെ അടുപ്പം പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമ്മേളിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരെ സമീപിച്ചുകൊണ്ട് അവരെ കാണിച്ചുകൊണ്ട് മലക്കോട് അല്ലാഹു പറയുന്നത്, മലായികതി ഉഷ്ഹിദുക്കും മലായികതി അന്നി ഖദ് ഗഫർതു ലഹും. ഓ മലക്കുകളെ, ഇവർക്ക് മുഴുവനും ഞാൻ പുറത്തിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് സാക്ഷി നിന്ന് പറയുകയാണ്, എന്ന് നിങ്ങളെ സാക്ഷിയാക്കുകയാണ് എന്ന് അള്ളാഹു അവർ നോക്കി പറയാണ്. അങ്ങനെ എങ്ങനെ മെല്ലെ 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 ക്രമാനുഗതമായിട്ട് ഉയർന്നു വന്ന് അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ അമലുകളൊക്കെ അള്ളാഹുവിലേക്ക് ഏറ്റവും മനുഷ്യനെ അടുപ്പിക്കുന്നു. നോമ്പിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നാം നോമ്പനുഷ്ഠിച്ച് പകൽ മുഴുവനും മണിക്കൂറുകളോളം പ്രാർത്ഥനകളിലും നിസ്കാരങ്ങളും ഇബാദത്തുകളിൽ കഴിഞ്ഞ് ഒരു മനുഷ്യൻ്റെ നോമ്പുകാരൻ അതിൻ്റെ ഏറ്റവും പൂർണ്ണ പ്രാപ്തിയിലെത്തുന്നത്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത്, റബ്ബ് അവന് ഏറ്റവും സംപ്രീതനാകുന്ന സമയം ഏറ്റവും ലാസ്റ്റ് ടൈമാണ്. അഥവാ ഇഫ്താറിൻ്റെ സമയമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്,
ദഅവത്തുൻ ലാ തുറദ് ലിസ്വാഇമി ഇൻദ ഫിത്രിഹി ദഅവത്തുൻ ലാ തുറദ്. നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന തിരസ്കരിക്കപ്പെടാത്തതാണ്. നോമ്പുകാരൻ പകൽ മുഴുവനും അള്ളാഹുവിലേക്ക് അടുത്തടുത്ത് ആ ഇഫ്താറിന്റെ സമയമുള്ള ആ തൊട്ട് മുമ്പുള്ള സമയം അവൻ റബ്ബിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയാൽ അള്ളാഹു തിരസ്കരിക്കില്ല, അള്ളാഹു അതിൽ തട്ടിക്കളയില്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു പഠിപ്പിക്കാം. റമളാൻ എന്ന മാസത്തിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ ആദ്യത്തെ 2 പത്തുകളെക്കാളും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ തൃപ്തിയും ഒക്കെ സൃഷ്ടികളിൽ കൂടുതലായി വർഷിക്കപ്പെടാനും ഏറ്റവും അതിന് സാധ്യതയുള്ള കാലമാണ് അവസാനത്തെ നാളുകൾ, അവസാനത്തെ രാവുകളും പകലുകളും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാതൃക വരിനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 നബിയുടെ ജീവിതത്തിൽ സമ്പൂർണമായ മാറ്റമുണ്ടായിരുന്നു. സമ്പൂർണ്ണമായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യ നാളുകളെ അപേക്ഷിച്ചുകൊണ്ട് അവസാനത്തെ 10 സാരമായ മാറ്റങ്ങൾ അള്ളാഹു റസൂലിൻ്റെ ജീവിതത്തിൽ ഇബാദത്തിൽ കാണിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ, നബിയുടെ ജീവിത പങ്കാളി, നബിയുടെ കൂടെ ജീവിച്ച ആയിഷ റളിയല്ലാഹു തആല അൻഹ 3 സുപ്രധാനമായ കാര്യങ്ങളാണ് നബിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഒന്ന് ശബ്ദ മിഅ്സറഹു, അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ ശബ്ദ മിഅ്സറഹു, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുണി മുറുക്കി ഉടുക്കുമായിരുന്നു എന്ന്. നാം ഒരു പ്രവർത്തനത്തിന്, ഒരു പ്രധാനപ്പെട്ട ജോലിക്കിറങ്ങുന്ന സമയത്ത് നമ്മൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നത് പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിന് സമരസജ്ജനായി റമളാനിൻ്റെ അവസാന നാളുകളിൽ അവസാനത്തെ 10 രംഗത്ത് വരുമായിരുന്നു എന്നും. ആ പ്രയോഗത്തിൽ തന്നെയുണ്ട് ഊർജ്ജസ്വലതയുണ്ട്, ചടുലതയുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉന്മേഷമുണ്ട്. സാധാരണ നോമ്പെടുത്ത് ക്ഷീണിച്ച സമയമാണ്, 10-20 ദിവസം നോമ്പെടുത്ത് ക്ഷീണിക്കുന്ന മനുഷ്യൻ. എന്നാൽ അവസാന സമയമാകുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലനാകുമായിരുന്നു എന്ന്. കാരണം അവിടെയാണ് ഇനി പ്രധാനപ്പെട്ടതൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ 2ാമത്തെ ഒരു കാര്യം, മഹാനായ പ്രവാചകനിൽ ഉണ്ടാകുന്ന 2ാമത്തെ ഒരു മാറ്റം വഹ്യ ലൈലഹു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ രാത്രികളെ ജീവിപ്പിക്കുമായിരുന്നു എന്ന്. രാത്രി ഉറങ്ങാറില്ല എന്ന്. അവസാനത്തെ 10 കഴിഞ്ഞാൽ മനുഷ്യൻ വിശ്രമിക്കുകയും തളർന്നുറങ്ങുകയും ചെയ്യുന്ന സമയമാണ് രാത്രികൾ. എന്നാൽ അവരുടെ മുമ്പിലേക്ക് ഉദാരനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൻ്റെ ദാനങ്ങളുടെ താലങ്ങളുമായി ആകാശ മേലാപ്പിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് ഈ സമയം. നോക്കണം, മനുഷ്യൻ ക്ഷീണിച്ചുറങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാനങ്ങളുമായി താലത്തിൽ വെച്ചുകൊണ്ട് 1-ാം ആകാശത്തിലേക്ക് ഒന്ന് ഇറങ്ങി അല്ലാഹു മനുഷ്യരെ കടാക്ഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന സമയം. ആ സമയത്താണത്. ഹദീസ് കാണാൻ കഴിയും. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുൽസുൽ ലൈൽ ആഖിർ. രാത്രിയുടെ അവസാനത്തെ 1/3 സമയത്ത് നമ്മുടെ നാഥനായ അല്ലാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അള്ളാഹു മനുഷ്യനോട് ചോദിക്കും, ഏറ്റവും അടുത്ത് ഒന്നുകൊണ്ട് ചോദിക്കും, മയ്യദുഊനി ഫഅസ്തജീബ ലഹു. ദുആ ചെയ്യാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ദുആർന്നോളൂ, ഫഅസ്തജീബ ലഹു, ഞാൻ ഉത്തരം തരാമല്ലോ. മയ്യസ്അലുനി ഫയുഅതിയഹു, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാം. മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആർക്കെങ്കിലും പാപമോചനം തേടാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പൊറുക്കാം, ഞാൻ ഉത്തരം തരാം, ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാം, മറുപടി തരാം, നിങ്ങളുടെ ഇസ്തിഗ്ഫാറിന് ഞാൻ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിൽ വന്നുകൊണ്ട് റബ്ബ് മനുഷ്യനോട് ചോദിക്കുന്ന സമയമെന്നാണ്. പക്ഷെ ആ സമയത്ത് ഉറങ്ങുന്ന സമയമാണ് മനുഷ്യൻ. ആ സമയത്ത് ഉണർന്നെണീറ്റുകൊണ്ട് തൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഇച്ഛകളെ അവഗണിച്ചുകൊണ്ട് റബ്ബിൻ്റെ ഈ ദാനങ്ങളെ സ്വീകരിക്കാൻ, താലത്തിൽ വെച്ച് തരുന്ന ദാനങ്ങളെ സ്വീകരിക്കാൻ ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥനകളിലും ഇബാദത്തിലും മുഴുകുന്ന മനുഷ്യർ, അവർക്കാണ് റബ്ബിൻ്റെ ഖുർബ് ലഭിക്കുക, അവൻ്റെ സാമീപ്യം കിട്ടുക, റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സാധിക്കുക. അതുകൊണ്ട് അത് സവിശേഷമായ സമയമാണ്. അത് സമയത്തുള്ള ഇബാദത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, അഫ്ളലുസ് സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ, 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അസ്വലാത്തു ഫി ജൗഫിൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരമാണ് എന്നാണ്. രാത്രിയുടെ ഉള്ളുകളിൽ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ മുഴുവനും ശാന്തമായിട്ട് ഉറങ്ങുന്ന സമയത്ത്, സുഖസുഷുപ്തിയിലാണ്ട സമയത്ത് എഴുന്നേറ്റ് വുദൂ ചെയ്തുകൊണ്ട് നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസിയുടെ പ്രാർത്ഥനയും ആ നിസ്കാരവുമാണ്
ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമെന്ന് സയ്യിദുന മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ചും റമളാന്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാറേയില്ല. മൂന്നാമത്തെ ഒരു കാര്യം ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, വഅയ്ഖള അഹ്ലഹു, തൻ്റെ ആശ്രിതരാകുന്ന ഭാര്യ മക്കളെയും ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാക്കും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് തനിക്ക് ലഭിച്ചത് ചേർത്ത് പിടിച്ച് സ്വാർത്ഥംബരിയായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല വേണ്ടത്. നമുക്കുള്ള കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആർക്കും കൊടുക്കാതെ, ആരെയും ഷെയർ ചെയ്യാതെ, അല്ലെങ്കിൽ ആരെയും പങ്കാളികളാക്കാതെ സ്വാർത്ഥംബരിയായിട്ട് ജീവിക്കാൻ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വിശാലമാണ്. അദ്ദീനു അന്നസിഹ എന്നാണ്. മതം ഗുണകാംക്ഷയാണ്. തനിക്ക് മാത്രം പോരാ, എല്ലാവർക്കും ഗുണമുണ്ടാവണം. ലോകത്തുള്ള സമസ്ത ജീവജാലങ്ങൾക്കും, എല്ലാ മനുഷ്യർക്കും, തൻ്റെ അയൽവാസികൾക്കും നാട്ടുകാർക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ ഗുണം കിട്ടണമെന്ന് കുതിക്കേണ്ട ഒരു വിശാല മനസ്സാണ് ഇസ്ലാം രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന വിശ്വാസി അവൻ ചിന്തിക്കേണ്ടത് തനിക്ക് മാത്രം ഈ അനുഗ്രഹം കിട്ടിയാൽ പോരാ. റബ്ബിന്റെ ഔദാര്യവും അനുഗ്രഹവും വർഷിക്കപ്പെടുന്ന ഈ സവിശേഷമായ സമയത്തെ ഈ അനുഗ്രഹങ്ങൾ ഞാൻ മാത്രം നേടിയാൽ പോരാ, എൻ്റെ ഭാര്യയ്ക്ക് അത് കിട്ടണം, എൻ്റെ മക്കൾക്ക് കൂടി അത് കിട്ടണം എന്ന് ചിന്തിക്കണം വിശ്വാസി. അതുകൊണ്ടാണ് വഅയ്ഖള അഹ്ലഹു, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കുടുംബത്തിനെ കൂടെ, ഭാര്യമാരെ, തൻ്റെ മക്കളെ കൂടി ഈ പ്രവർത്തനത്തിൽ, ഇബാദത്തിൽ കൂടെ ചേർക്കുമായിരുന്നു, പങ്കാളിയാക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. അവസാനത്തെ 10 പ്രധാനമായി പ്രവാചകൻ ചെയ്തിരുന്ന 2-3 കാര്യങ്ങൾ ഇവ. അവസാനത്തെ 10 പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകടമായി ചെയ്തിരുന്ന, അല്ലെങ്കിൽ നബിയിൽ കണ്ടിരുന്ന വേറെയും 1-2 സവിശേഷതകളുണ്ട്. അതിലൊന്നാമത്തത് ഇഅ്തികാഫാണ്. സഹോദരന്മാരെ, നാം ഒക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന, വലിയ പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന ഒരു മഹത്തായ അമലാണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ പള്ളിയിൽ നിയ്യത്ത് ചെയ്തുകൊണ്ടിരിക്കലാണ്. നബീത്തുൽ ഇഅ്തികാഫ് ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല എന്ന് മനസ്സിൽ കരുതിയിട്ട് ഞാൻ ഇഅ്തികാഫ് ഇരിക്കാന്ന് അള്ളാഹ്ക്ക് വേണ്ടി വിചാരിച്ചുകൊണ്ട് പള്ളിയിൽ വെറുതെ ഇരുന്നാൽ കൂലി കിട്ടും, ഉറങ്ങിയാലും കൂലി കിട്ടും. സാങ്കേതികമായ ഇതൊക്കെ ശരിയാകുമെങ്കിലും പ്രതിഫലം കിട്ടുമെങ്കിൽ പോലും ഇഅ്തികാഫിന്റെ ആത്മീയ തലം അതിനേക്കാൾ വിശാലമാണ്. ധ്യാന നിമഗ്നമായ ഒരു മനോനിലയുണ്ടാവുക ഏറ്റവും പ്രധാനം. അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ധ്യാന സമാനമായ ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഇഅ്തികാഫിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് ഒരുപാട് പ്രതിഫലനങ്ങൾ മനുഷ്യന്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്നു. സംഘർഷപൂരിതമായ ജീവിതം, എപ്പോഴും ഇടപാടുകളും ബന്ധങ്ങളും കച്ചവടവും തൊഴിലും അങ്ങനെ അലച്ചിലുമായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ ശാന്തമായി, ഏകാഗ്രനായി, റബ്ബിൽ മാത്രം തൻ്റെ മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് പള്ളിയുടെ ഒരു മൂലയിൽ വന്നിരുന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, അവനെ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന മനസ്സിൽ വല്ലാത്ത ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സംഘർഷങ്ങളും അതുപോലെ ടെൻഷനും ഒറ്റക്ക് മാറി പൂർണ്ണമായിട്ട് മനസ്സിന് വികാസം കിട്ടാൻ സഹായകരമാകുന്ന വലിയ അമലാണ് ഇഅ്തികാഫ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ അവസാനത്തെ 10 അല്ലാഹുവിന്റെ പ്രവാചകൻ സമ്പൂർണ്ണമായി ഇഅ്തികാഫ് ഇരിക്കാറായിരുന്നു. പള്ളിയിൽ, മദീന പള്ളി അല്ലാഹു റസൂൽ ഇഅ്തികാഫ് ഇരിക്കാറാണ് പതിവ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തെ അനുസ്മരിക്കാം. ഈ കാലത്താണ് നബി അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ വരാറുള്ളത്. ഖുർആൻ നബിയെ കൊണ്ട് ഓതിപ്പിക്കും, കേൾക്കാൻ, ഒത്തുനോക്കാൻ വേണ്ടി. അതുവരെ ഇറങ്ങിയ ആയത്തുകൾ, സൂറത്തുകൾ മുഴുവനും അല്ലാഹു റസൂൽ ഓതി കേൾപ്പിച്ചു കൊടുക്കും. ജിബ്രീൽ കേൾക്കും. എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അപാകത്തിൽ തിരുത്തി കൊടുക്കും. അതിനുവേണ്ടി പാഠം നോക്കുന്ന കാലം കൂടിയായിരുന്നു റമദാനിന്റെ അവസാനത്തെ 10. അത് വർഷത്തിലൊരിക്കൽ റമദാനിലാണ് ഉണ്ടാവാറുള്ളത്. മഹദി ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാം, ഒരിക്കൽ ഞാനും അല്ലാഹു റസൂലും ഇരിക്കുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങോട്ട് വന്നു. അഷബി പറയാണ്, ഫാത്തിമയുടെ നടത്തം പുണ്യ റസൂലിന്റെ നടത്തം തന്നെയാണ്. നബിയുടെ നടത്തം പോലത്തെ നടത്തം, നബി അതുപോലെ എടുത്തു വെച്ച ശരീരപ്രകൃതിയാണ് ഫാത്തിമത്തു സുഹ്റ എന്നുള്ളത്. ഫാത്തിമ ബിവി വന്നപ്പോൾ അല്ലാഹു റസൂൽ എഴുന്നേറ്റ് സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചു, തൻ്റെ കൂടെ ഇരുത്തി. ശേഷം ചെവിയിൽ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ വിതുമ്പി കരയാൻ തുടങ്ങി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. വീണ്ടും അല്ലാഹു റസൂൽ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു. എന്തോ ചെവിയിൽ പറഞ്ഞപ്പോൾ അവരങ്ങ് ചിരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അല്ലാഹു റസൂൽ വഫാത്തായി പോയി. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിന് മുമ്പ് പലപ്പോഴും എന്താണെന്ന് പറഞ്ഞ സ്വകാര്യം ചോദിച്ചിട്ടുണ്ട്. ഫാത്തിമ ബി പറഞ്ഞു, വാപ്പാന്റെ രഹസ്യം ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അസറ ഇലയ്യ, എന്നോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ പറഞ്ഞ സ്വകാര്യം, അന്ന ജിബ്രീല കാന യുആരിദുൽ ഖുർആന കുല്ല സന മറ.
ജിബ്രീൽ എല്ലാ വർഷവും റമദാനിൽ ഒറ്റ പ്രാവശ്യമാണ് ഖുർആൻ നോക്കാറുള്ളത്. റമദാന്റെ അവസാനത്തെ അപ്പത്തിൽ ഞാൻ ഇത്തിക്കാഫിരിക്കും മദീന പള്ളിയിൽ വന്നുകൊണ്ട് ജിബ്രീൽ ഖുർആൻ എന്നെ കൊണ്ട് ഓതിപ്പിക്കാറുണ്ട് എല്ലാ വർഷവും ഒരു തവണ. എന്നാൽ എന്നാൽ ഈ റമദാനിൽ തൊട്ട് മുമ്പുള്ള ഈ റമദാനിൽ 2 തവണ ജിബ്രീൽ എന്നോട് ഖുർആൻ ഓതിപ്പിച്ചു. 2 തവണ ആവർത്തിക്കപ്പെട്ടു. ഇത് എല്ലാ കൊല്ലം ഒരു പ്രാവശ്യമാണെങ്കിൽ ഇപ്രാവശ്യം ഇത് 2 തവണയുണ്ടായി എന്ന് പറഞ്ഞു. വലാ ഉറാഹു ഇല്ലാ ഹദർ അജലി, ഞാൻ ചിന്തിക്കുന്നത് ഫാത്തിമ എൻ്റെ മരണമാസന്നമായിരിക്കുന്നു എന്നാണ്. ഞാൻ മരിക്കാറായി തോന്നുന്നു ജിബ്രീൽ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല വഇന്നകി അവ്വലു അഹ്ലി ബൈതി ലഹാഖം ബി, ഞാൻ മരിച്ചു കഴിഞ്ഞ ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ഭാര്യ മക്കളിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വരിക നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഫബകൈതു, ഞാൻ കരഞ്ഞു. റസൂലുള്ളാഹിന്റെ എൻ്റെ പിതാവിൻ്റെ വിയോഗം ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയി. അതാ ഞാൻ കരയാനുള്ള കാരണം എന്ന് പറഞ്ഞു. ഉടനെ റസൂൽ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു കാര്യം പറഞ്ഞു. ഫാത്തിമ സ്വർഗനിവാസികളുടെ, സ്വർഗത്തിലെ മുഴുവൻ പെണ്ണുങ്ങളുടെയും നേതൃപദവി എത്താൻ നിനക്ക് ആഗ്രഹമില്ലേ? നീയാണ് സ്വർഗത്തിലെ എല്ലാ പെണ്ണുങ്ങളുടെ നേതാവ് എന്ന് റസൂൽ എൻ്റെ ചെവിയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ നോക്കിയിരുന്ന കാലമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവസാനത്തെ 10ൽ ഇത്തികാഫിരിക്കുമ്പോൾ എന്നർത്ഥം. പിന്നെ നബി ചെയ്തിരുന്ന സവിശേഷമായ 5ാമത്തെ ഒരു കാര്യം, അത് ഒഴിഞ്ഞൊഴുകുന്ന ഉദാരതയായിരുന്നു. നബി ഉദാരമനസ്കനാണ്. നബിയുടെ ഉദാരത നമുക്കറിയാം. ചോദിച്ചാൽ കൊടുക്കാതെ, എല്ലാറ്റിലും ഔദാര്യം, നന്മകളിലെല്ലാം. സമ്പത്തിന്റെ വിഷയത്തിലൊക്കെ ഒട്ടും ലുബ്ധി കാണിക്കാറേയില്ല. പലപ്പോഴും മഹാത്മാക്കളൊക്കെ പറയാറുണ്ട്, നബിയുടെ ജീവിതത്തിൽ ലാ എന്ന് പറയുന്നൊരു പദമുണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായത് കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ ലാ ഇല്ലായിരുന്നുവെങ്കിൽ നബിയുടെ ജീവിതത്തിൽ ലാ ഉണ്ടാകുമായിരുന്നില്ല. അത്രമാത്രം നോ പറയാറേയില്ല. ആര് ചോദിച്ചാലും കൊടുക്കുന്ന, ഉള്ളത് മുഴുവൻ എടുത്തു കൊടുക്കുന്ന, ഇല്ലെങ്കിൽ കടം വാങ്ങി കൊടുക്കുന്ന, ഇല്ലെങ്കിൽ പോയി വാങ്ങാൻ ഞാൻ കൊടുത്താളെന്ന് പറയുന്ന അത്ര വിശാല മനസ്കൻ. റമളാനിൽ ഏറെ ഉദാഹരണമായിരുന്നു. എല്ലാ അമലുകളിലും ഉദാഹരണമായിരുന്നു. മിനർരീഹിൽ മുർസല എന്ന മഹാത്മാക്കൾ പറഞ്ഞത്, അല്ലാഹു റസൂൽ സ്വഹാബത്ത് പറയുന്ന നബിയെ കുറിച്ച്, മന്ദമാരുതനേക്കാൾ ഉദാഹരണമായിരുന്നു. ചെറിയ ഇളം തന്നൽ കാറ്റ്, അതെത്താത്ത ഇടങ്ങൾ ഉണ്ടാവില്ല, എല്ലാത്തിൻ്റെ ഉള്ളിൽ കയറി തഴുകി തലോടിപ്പോകുന്ന മന്ദമാരുതനെ പോലെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നന്മ എല്ലായിടങ്ങളിലേക്കും പരന്നൊഴുകാറുണ്ടായിരുന്നു എന്ന്. ഇങ്ങനെല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെ നാളുകളാണ്, അല്ലെങ്കിൽ പകലുകളാണ്, റസൂൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത രാവുകളാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും നാളുകൾ മാത്രമാണുള്ളത്. സഹോദരന്മാരെ, നന്നായി ദുആ ചെയ്യേണ്ട സമയമാണ്. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട പാപം ഉറപ്പിക്കാൻ തന്നെ എപ്പോഴും പറയുന്നത് പോലെ പാപമുക്തമായ മനസ്സുണ്ടാക്കണം. പുണ്യ റമദാൻ വിട പറയുന്ന സമയത്ത് ഒരു പാപത്തിൻ്റെ കണിക പോലും അംശം പോലും നമ്മുടെ കൽബിൽ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ശവ്വാലിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, പെരുന്നാൾ നാം വരുന്ന സമയത്ത് വീണ്ടും പാപത്തിൻ്റെ കറകൾ കൽബിലുണ്ടെങ്കിൽ എത്ര നിർഭാഗ്യവാന്മാരാണ് നാം. എപ്പോഴും കേൾക്കാറുള്ള സംഭവമല്ലേ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ കയറുമ്പോൾ 2-3 തവണ ആമീൻ പറയാണ്. ഒരു ആമീൻ്റെ വിശദീകരണം അല്ലാഹു റസൂൽ നൽകിയത്, ജിബ്രീൽ പ്രാർത്ഥിച്ചു ഒരാൾക്ക് റമളാനിൽ പങ്കെടുക്കാനായി, 30 ദിവസവും സംബന്ധിച്ചു, ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചു, തറാവീഹ് പങ്കെടുത്തു. പക്ഷേ അവൻ റമളാൻ കഴിഞ്ഞപ്പോഴും പാപം പൊറുക്കപ്പെട്ടിട്ടില്ല. അവസരമുണ്ടായിട്ടും പാപം പൊറുപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തില്ല. ശവ്വാലും പാപങ്ങളുമായിട്ട് നടത്തുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവും അവൻ ലഭിക്കാതെ പോവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. ഞാൻ ആമീൻ പറഞ്ഞു സ്വഹാബത്തെ എന്ന് പുണ്യനബി പറയാം. അത്രമാത്രം ഭാഗ്യമാണത്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പ്രധാനമായി ദുആ ചെയ്യേണ്ട മറ്റൊരു കാര്യം നമുക്കറിയാം. വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളുണ്ട് സഹോദരന്മാരെ. ഇന്നത്തെ പശ്ചിമേഷ്യയിലെ പ്രശ്നം അത് ചെറിയ പ്രശ്നമല്ല. ഇവിടുത്തെ സംഘികളും കുസംഘികളും ആഘോഷിക്കുന്നത് പോലെ കുറേ മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടുന്നു ഇറാനിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അതിനപ്പുറം ഓരോരുത്തർ അടുക്കളയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്തിക്കഴിഞ്ഞു. ഗ്യാസിൻ്റെ ക്ഷാമം നാം മനസ്സിലാക്കുന്നു. ഈ വളരെ വലിയ ഭയാനകമായ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാതെ പ്രയാസപ്പെട്ടു പോകും. അതുകൊണ്ട് ആ ഒരു വിഷമസന്ധിയിൽ രക്ഷപ്പെടാൻ വേണ്ടി നന്നായിട്ട് ദുആ ചെയ്യണം. ലക്ഷക്കണക്കിന് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്നൊക്കെ പുതിയതായി 1.5 ലക്ഷം ആളുകളൊക്കെ ഗൾഫിലേക്ക് ജോലി തേടി പോകുന്നതാണ്. നമ്മുടെ ചെറുപ്പക്കാരെ കണ്ടാൽ ഡിഗ്രി PG എടുത്തു കഴിഞ്ഞാൽ ലക്ഷ്യം ഉടൻ ഗൾഫ് എന്നുള്ള പ്രതീക്ഷ മാത്രമാണ്. അത് അസ്തമിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ വാതിൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകങ്ങളൊക്കെ പട്ടിണിയിലേക്ക് പോകും. എത്രയോ നൂറ്റാണ്ട് പിറകിലേക്ക് നാം പോകും. ഈ കൊട്ടാരങ്ങളും ഈ മന്തിയും ബിരിയാണി ഒന്നും ഉണ്ടാവില്ല. വളരെ താഴോട്ട് പോകും. നാം എല്ലാവരെയും ബാധിക്കും. ധനികന്മാരെയും ബാധിക്കും, സാധാരണക്കാരെയും ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് ദുആ ചെയ്യണം.
ഇത് ഒരു റമദാൻ ഷരീഫ് ഒരു ഊർജം സംഭരിക്കുന്ന കാലമാണ്. അടുത്ത റമദാൻ വരെ നമ്മുടെ വിശ്വാസത്തിന് കരുത്താകാൻ ഊർജം അമലുകൾ ചെയ്തുകൊണ്ട് സംഭരിക്കേണ്ട കാലമാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോൾ ലോകത്തെല്ലാ രാജ്യങ്ങളും പ്രതിസന്ധിയിലാണ്. ഒരു 10-34 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇറാൻ്റെ അധീനതയിലുള്ളൊരു കടലിടുക്ക് ഏതാനും നാളുകളായിട്ട് അടഞ്ഞു കിടക്കുമ്പോൾ ലോകം വലിയ പ്രയാസത്തിലാണ്, നമുക്കറിയാം. എന്നാൽ ചില രാജ്യങ്ങൾക്ക് ഒരു പേടിയില്ല. ജപ്പാനെ പോലുള്ള രാജ്യങ്ങൾ, ജപ്പാനിലൊക്കെ 10-200 ദിവസം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ പെട്രോൾ അവർ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയക്കും ഏകദേശം അത്ര കാലം വാഹനങ്ങൾ ഓടിക്കാനും ഫാക്ടറികൾ ചലിപ്പിക്കാനൊക്കെയുള്ള ഇന്ധനം അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കുണ്ട് കുറേ മാസങ്ങൾക്ക്. എന്നാൽ ചില രാജ്യങ്ങൾ തീരെയില്ല. നമ്മുടെ ഇന്ത്യക്കൊക്കെ 10-20 ദിവസം മാത്രം പിടിച്ചേക്കാനുള്ള എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നേരത്തെ കരുതൽ ശേഖരം ഊർജം സംഭരിച്ച് വെക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. താരതമ്യം ചെയ്ത് പറയാം, എന്ന പോലെ പരിശുദ്ധ റമദാനിൽ നല്ല വിശ്വാസവും നല്ല അമലും ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഒരു കാലം വരെ ഒരു വർഷം വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ, നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും, പ്രത്യേകിച്ചും നാം ജീവിക്കുന്ന കാലം വളരെ അപകടകരമായ കാലമാണ്. നമ്മുടെ ഈമാനും ഇബാദത്തൊക്കെ സംരക്ഷിച്ച് ജീവിച്ചു പോകാനുള്ള കരുതൽ ശേഖരം സംഭരിക്കേണ്ട കാലമാണ് പുണ്യ റമദാൻ. അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഇടം പ്രദാനം ചെയ്യട്ടെ. ഏറ്റവും പ്രധാനം അതാണ്. എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും സ്വർഗ്ഗത്തിൽ ഒരു ചെറിയ ഇടം കിട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ മാതാപിതാക്കൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരിപ്പില്ല. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഉയർന്ന പദവി പ്രദാനം ചെയ്യുമാറാവട്ടെ.